जय माता चरणं शरणं रमाम्बिके ചരണം ശരണം ത്രയംബകേ. നിശബ്ദതയുടെ ആഴങ്ങളിൽ മാത്രമേ ബ്രഹ്മാനുഭവം സാധ്യമാകൂ. നിശബ്ദത ചിന്തയെയും സംസാരത്തെയും അതിജീവിക്കുന്നു. ചിന്തയും വാക്കും മനസ്സിന്റെ തലത്തിലുള്ളവയാണ്. വികാരവിക്ഷോഭങ്ങളാൽ നിറഞ്ഞ മനസ്സിനെ ധാർമ്മികമായ അച്ചടക്കത്തിലൂടെ ശുദ്ധീകരിക്കണം. മനസ്സിനെ ലൗകിക വസ്തുക്കളിൽ നിന്നും ആഗ്രഹങ്ങളിൽ നിന്നും പിന്തിരിപ്പിച്ച് അന്തർമുഖമാക്കുകയും ചിന്താശീലമാക്കുകയും വേണം. മനസ്സ് ആത്മാവിനെ അഭിമുഖീകരിക്കുന്ന അവസ്ഥ കൈവരിക്കണം. ശുദ്ധമായ മനസ്സ് മാത്രമേ ബ്രഹ്മത്തിൽ ലയിക്കാൻ യോഗ്യമാകൂ. പഠനം, തർക്കം, ചർച്ചകൾ എന്നിവയിലൂടെ ബ്രഹ്മസാക്ഷാത്കാരം സാധ്യമല്ല. പരമസത്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. അത് കണ്ടെത്താൻ മനസ്സിന്റെ ചഞ്ചലത മാറ്റി ഉറച്ച വിശ്വാസം വളർത്തണം. നിശ്ചലമായ ഭാവത്തോടും നിസ്വാർത്ഥമായ സ്നേഹത്തോടും കൂടി വേണം പരമാത്മാവിനെ സമീപിക്കാൻ. ഭൗതികം, ആത്മീയം എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളില്ല. ഈശ്വരൻ മാത്രമേ ഉള്ളൂ. ജീവിതം ഈശ്വരനുമായുള്ള ലയനത്തിലേക്കുള്ള പ്രയാണമാണ്. നിങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റുക. നിങ്ങളുടെ എല്ലാ കടമകളെയും ഈശ്വരനുമായുള്ള സമാഗമത്തിനുള്ള അവസരമായി കാണുക. ധർമ്മപാതയിലൂടെ സഞ്ചരിക്കുന്നവൻ ലൗകിക കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴും ആത്മീയ പാതയിൽ തന്നെയാണ്. പണ്ടുകാലത്തെ ഗുരുകുല സമ്പ്രദായത്തിലൂടെ വിദ്യാർത്ഥികൾക്ക് അറിവിനൊപ്പം മനസ്സംസ്കരണവും ലഭിച്ചിരുന്നു. സ്വഭാവശുദ്ധി, ബ്രഹ്മചര്യം, ധർമ്മനിഷ്ഠ എന്നിവയ്ക്ക് അന്ന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ വിദ്യാഭ്യാസം വിജ്ഞാനം നൽകുന്നുണ്ടെങ്കിലും ഉന്നത ജീവിത ലക്ഷ്യത്തിന് അവരെ പ്രാപ്തരാക്കുന്നില്ല. കാരണം ധാർമ്മികമായ അടിത്തറ അവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ചെറുപ്പം മുതലേ നല്ല ശീലങ്ങളും സ്വഭാവവും വളർത്തിയെടുക്കണം. പരമാത്മാവ് സർവവ്യാപിയാണെങ്കിലും അദ്ദേഹത്തെ ആദ്യം സ്വന്തം ഉള്ളിൽ വേണം തിരിച്ചറിയാൻ. സദ്ഗുണങ്ങളുടെ കരുത്തില്ലാതെ യോഗമാർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. ഈശ്വരൻ നിങ്ങളിൽ നിന്ന് അകലെയല്ലാത്തത് കൊണ്ട് സാക്ഷാത്കാരം കഠിനമല്ല. പക്ഷേ ശ്രദ്ധയും സാധനയും ഈശ്വരനോടുള്ള തീവ്രമായ ആഗ്രഹവും ഇല്ലാത്തതിനാൽ അത് പ്രയാസമായി തോന്നുന്നു. കേവലം കേട്ട് പഠിക്കുന്ന അറിവ് പോരാ. ഗുരു ഉപദേശത്തിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കണം. ഈ അറിവ് പ്രവൃത്തിയിൽ വരാത്ത പക്ഷം അത് അജ്ഞാനം തന്നെയാണ്. വാക്കിനും അർത്ഥത്തിനും അപ്പുറം തത്വമുണ്ട്. തത്വജ്ഞാനം ലഭിക്കുന്നത് ബുദ്ധിയിലൂടെയല്ല, മറിച്ച് ഗുരുകൃപയാൽ ലഭിക്കുന്ന ഉൾക്കാഴ്ചയിലൂടെയാണ്. അമ്മയുടെ വാക്കുകൾ വെറും ശബ്ദമല്ല, അവ ആത്മീയ ശക്തിയുടെ സ്പന്ദനങ്ങളാണ്. ഗുരുവും ശിഷ്യനും തമ്മിൽ ഹൃദയം കൊണ്ടുള്ള ബന്ധമുണ്ടാകുമ്പോൾ മാത്രമേ ജ്ഞാനം കൈമാറ്റം ചെയ്യപ്പെടുകയുള്ളൂ. ഈ ആന്തരിക വെളിച്ചം ജീവിതത്തിലെ പ്രതിസന്ധികളിൽ മിന്നൽ പിണർ പോലെ നിങ്ങളുടെ മനസ്സിനെ നയിക്കും. ജീവിതം ഒരു യുദ്ധമാണ്. ഗുരുവിനെ സ്മരിക്കുമ്പോൾ നിങ്ങളുടെ കൈകളിൽ വരുന്ന വാളാണ് അറിവ്. സത്വഗുണത്തെ ശക്തിപ്പെടുത്തുകയും നിരന്തരം സാധനകളിൽ ഏർപ്പെടുകയും ചെയ്യുക. അനുഷ്ഠാനങ്ങളിൽ കൃത്യനിഷ്ഠ പാലിക്കുക. പ്രാരംഭത്തിൽ നാമജപം ഒരു ആവർത്തനമാണെങ്കിലും ശുദ്ധീകരണത്തിലൂടെ അത് ഹൃദയത്തിൽ നിന്നുള്ള ബോധമായി മാറും. ഈ സ്മൃതി ലഭിക്കാൻ വിശ്വാസം ഉറച്ചതാകണം. ഗുരുവിനോടുള്ള പൂർണ്ണ സമർപ്പണം നടക്കുമ്പോൾ കൃപയുടെ വാതിൽ തുറക്കുന്നു. ഭക്തമീര പാടിയതുപോലെ ഗുരുവിൻ്റെ ആത്മീയ സ്പർശം മായയുടെ അസത്യത്തെ വെളിപ്പെടുത്തുകയും ഭയത്തെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ചിത്തമാകുന്ന സമുദ്രം കടക്കാൻ ഗുരു തന്നെയാണ് രക്ഷകൻ. ഭക്തിയിലൂടെ ലൗകികമായ ആസക്തികളെല്ലാം ഉരുകിപ്പോകുന്നു. ഭക്തിയാണ് ഏറ്റവും വലിയ പുരുഷാർത്ഥം. ഭക്തനും ഈശ്വരനും തമ്മിലുള്ള ബന്ധം അദ്വൈതപരമാണ്. നിങ്ങളുടെ ജീവിതം ധർമ്മത്താൽ പ്രകാശിക്കണം. ലൗകിക കർമ്മങ്ങൾ ഒഴിവാക്കാനാവില്ല. എന്നാൽ നാവിൽ ഈശ്വരനാമവും മനസ്സിൽ ഈശ്വര ചിന്തയും ഉണ്ടാകണം. നാമത്തിന്റെ മാധുര്യം അനുഭവിച്ചു തുടങ്ങിയാൽ നിങ്ങളത് ഉപേക്ഷിക്കില്ല. നിങ്ങൾക്കത് ഉപേക്ഷിക്കാനാവില്ല. സ്മരണം, ജപം, വിശ്വാസം, ഭക്തി, ധർമ്മനിഷ്ഠ എന്നിവയിലൂടെ വേണം ധ്യാനത്തിന്റെ തലത്തിലേക്ക് ഉയരാൻ.
ലാൽ ബഹദൂറിന്റെ കഥ ഇതിന് ഉദാഹരണമാണ്. ലാൽ ബഹദൂർ അതീവ സമ്പന്നനായിരുന്നു. ഈശ്വരനിൽ അചഞ്ചലമായ ഭക്തിയുണ്ടായിരുന്ന അദ്ദേഹത്തിന് ഉത്തമമായ സ്വഭാവ ഗുണങ്ങളും ഉണ്ടായിരുന്നു. മതപരമായ കാര്യങ്ങൾക്കായി അദ്ദേഹം ഒരു ക്ഷേത്രം നിർമ്മിക്കുകയും ദരിദ്രരെയും എളിയവരെയും അനേകം രീതികളിൽ സഹായിക്കുന്ന വലിയൊരു മനുഷ്യസ്നേഹിയായി മാറുകയും ചെയ്തു. ക്രമേണ അദ്ദേഹത്തിൻ്റെ പേരും പ്രശസ്തിയും നാട്ടിലെങ്ങും പടർന്നു. അതേ ഗ്രാമത്തിൽ തന്നെ ഒരു സേട്ടുജി താമസിച്ചിരുന്നു. ലാൽ ബഹദൂറിനോടുള്ള അസൂയ മൂലം തനിക്കും പ്രശസ്തി വേണമെന്ന് ആഗ്രഹിച്ച സേട്ടുജി ഒരു ക്ഷേത്രം പണിയുകയും ദാനധർമ്മങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ അത് വെറുമൊരു പ്രകടനം മാത്രമായിരുന്നു. സ്വാഭാവികമെന്നോണം ഇവർ രണ്ടുപേരും തമ്മിൽ ശത്രുത വളർന്നു. ശാന്തിയും സമാധാനവും തേടി ലാൽ ബഹദൂർ ഒടുവിൽ ജ്ഞാനമാകുന്ന അക്ഷയ സമ്പത്തിനായി കൊതിച്ചു. ഒരു ഗുരുവിൽ നിന്ന് ഉപദേശം ലഭിക്കാനായി അദ്ദേഹം അസ്വസ്ഥനായി. കൃത്യം ആ സമയത്ത് തന്നെ ആത്മസാക്ഷാത്കാരം നേടിയ ഒരു സാധു ആ ഗ്രാമത്തിലെത്തി. ലാൽ ബഹദൂർ സാധുവിനെ സമീപിച്ച് വിനയപൂർവ്വം സാഷ്ടാംഗം പ്രണമിക്കുകയും ഉപദേശത്തിനായി അപേക്ഷിക്കുകയും ചെയ്തു. എന്നാൽ നിങ്ങൾ ഉപദേശത്തിന് യോഗ്യനല്ല എന്ന് സാധു മുഖത്തു നോക്കി പറയുകയും അദ്ദേഹത്തിന്റെ അപേക്ഷ നിരസിക്കുകയും ചെയ്തു. യഥാർത്ഥ വിവേകമുള്ള ആളായിരുന്നു ലാൽ ബഹദൂർ. വീട്ടിൽ തിരിച്ചെത്തിയ അദ്ദേഹം ആഴത്തിൽ ചിന്തിച്ചു. ഒരു സാധു ഒരിക്കലും വെറുതെ അങ്ങനെ ഒരു പരാമർശം നടത്തില്ല. അദ്ദേഹം കാരുണ്യക്കടലാണ്. അപ്പോൾ തന്റെ ഭാഗത്ത് എന്തോ തെറ്റുണ്ട്. ഒടുവിൽ തന്റെ എതിരാളിയായ സേഠുജിയോട് തന്റെ ഹൃദയത്തിൽ വെച്ചു പുലർത്തുന്ന പകയാണ് കാരണമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്ന് പശ്ചാത്താപത്തിന്റെ കണ്ണീർ ഒഴുകി. തന്റെ തെറ്റ് കാണിച്ചു തന്നതിനും ഉൾക്കണ്ണുകൾ തുറന്നതിനും അദ്ദേഹം ഈശ്വരനോട് നന്ദി പറഞ്ഞു. തന്റെ പാപത്തിന് പ്രായശ്ചിത്തം ചെയ്യാൻ തീരുമാനിച്ച ലാൽ ബഹദൂർ ഒരു ഭിക്ഷക്കാരന്റെ വേഷത്തിൽ നേരിട്ട് സേഠുജിയുടെ വീട്ടിലെത്തി ഭിക്ഷ ചോദിച്ചു. വിവരമറിഞ്ഞ സേഠുജിക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. കോടീശ്വരനായ ഒരാൾ തന്റെ പടിക്കൽ ഭിക്ഷ ചോദിച്ചു നിൽക്കുന്നു. സേഠുജിയുടെ ഹൃദയം അലിഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇതെന്താണ് നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ വലിയ സമ്പന്നനാണ്. നിങ്ങളുടെ മുന്നിൽ ഞാൻ ഒന്നുമല്ല. എന്നിട്ടും ഒരു യാചകനെ പോലെ എന്നോട് ഭിക്ഷ ചോദിക്കുന്നുവോ? എന്നാൽ ലാൽ ബഹദൂർ ഉറച്ചു നിന്നു. താൻ യഥാർത്ഥത്തിൽ കൊതിക്കുന്ന പ്രേമ ഭിക്ഷയുടെ അടയാളമായി അദ്ദേഹത്തിന് ഭിക്ഷ വേണമായിരുന്നു. പഴയ ശത്രുത മറന്ന ആ രണ്ട് മനുഷ്യരും പരസ്പരം കെട്ടിപ്പിടിച്ചു. ദേവന്മാർക്ക് പോലും സന്തോഷം നൽകുന്ന കാഴ്ചയായിരുന്നു അത്. തന്റെ ഹൃദയഭാരം ഇറക്കി വെച്ച ഭിക്ഷയുമായി ലാൽ ബഹദൂർ മടങ്ങി. വീട്ടുപടിക്കൽ എത്തിയപ്പോൾ അതാ ദിവ്യപ്രകാശത്തോടെ തന്റെ ഗുരുവായ സാധു അവിടെ നിൽക്കുന്നു. കരുണയോടെ പുഞ്ചിരിച്ചുകൊണ്ട് സാധു പറഞ്ഞു, മകനെ, നീ ഇപ്പോൾ ഉപദേശത്തിന് യോഗ്യനാണ്. ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു. അഹന്തയുള്ളിടത്ത് ഗുരുകൃപ ഇറങ്ങി വരില്ല. ഗൃഹസ്ഥർ തന്റെ കടമകൾ ഈശ്വര സേവനമായി കാണണം. കടമകൾ കൃത്യമായി ചെയ്യുന്നത് ഏകാഗ്രത വളർത്താൻ സഹായിക്കും. സ്വാർത്ഥതയില്ലാതെ സേവനം ചെയ്യുക. പെൺമക്കളെ വിവാഹം കഴിച്ചയക്കുമ്പോൾ അവർക്ക് നല്ല ഉപദേശങ്ങൾ നൽകുക. അവർ കുടുംബത്തിന്റെ വിളക്കായി മാറണം. നിങ്ങളുടെ വീട്ടിൽ ഹിമാലയ സദൃശമായ ശാന്തി കൊണ്ടുവരിക. ഈശ്വരനെ നിങ്ങളുടെ ജീവിതത്തിന്റെ സാരഥിയാക്കുക. ധർമ്മവും സമാധാനവും നിങ്ങളുടെ മുദ്രാവാക്യമാകണം. പ്രതിസന്ധികളിൽ മനസ്സ് പതറാതെ കാക്കുക. ഗൃഹസ്ഥാശ്രമം ഒരു ആത്മീയ സാധനയായി മാറണം. കുതിരയെ വണ്ടിക്ക് മുന്നിൽ കെട്ടിയാൽ അത് മുന്നോട്ട് പോകും, പിന്നിൽ കെട്ടിയാലോ പിന്നോട്ട്. അതുപോലെ മനസ്സിനെ ഈശ്വരനിലേക്ക് തിരിച്ചാൽ നിങ്ങൾ മോക്ഷം നേടും. ലൗകികതയിലേക്ക് തിരിച്ചാൽ സംസാരത്തിൽ കുടുങ്ങും. കബീറിന്റെ മകൻ കമലിന്റെ കഥ ഇത് വ്യക്തമാക്കുന്നു. കബീറിന്റെ കുടുംബം അതീവ ഭക്തിയുള്ളവരും ധർമ്മനിഷ്ഠയുള്ളവരുമായിരുന്നു. എന്നാൽ അവർ വളരെ ദരിദ്രരായിരുന്നു. പലപ്പോഴും ആഹാരമില്ലാതെ ദിവസങ്ങൾ തള്ളി നീക്കേണ്ടി വന്നു. ഒരു ദിവസം കബീറിന്റെ മകൻ കമൽ മുറ്റത്ത് കളിക്കുകയായിരുന്നു. 2 ദിവസമായി ആഹാരമില്ലാത്തതിനാൽ കുട്ടി വളരെ ക്ഷീണിതനായിരുന്നു. ആ സമയത്ത് ആ നാട്ടിലെ ഒരു ധനികൻ അവിടം കടന്നുപോയി. കമലിന്റെ തേജസ്സുള്ള മുഖം കണ്ട അദ്ദേഹം കുട്ടി വിശപ്പ് കൊണ്ട് തളർന്നു വീഴാറായ നിലയിലാണെന്ന് മനസ്സിലാക്കി. സഹതാപം തോന്നിയ ആ ധനികൻ കുട്ടിയുടെ പോക്കറ്റിൽ കുറച്ച് പണം ഇട്ടുകൊടുത്തു. അതുപയോഗിച്ച് അടുത്തുള്ള കടയിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാമല്ലോ എന്ന് അദ്ദേഹം കരുതി.
തന്റെ പിതാവിനോട് അങ്ങേയറ്റം ഭക്തിയുള്ള കമൽ ഓടിച്ചെന്ന് കബീറിനോട് വിവരം പറഞ്ഞു. ഇത് കേട്ട കബീർ വലിയ മാനസിക വേദനയോടെ നിലവിളിച്ചു. അയ്യോ മകനെ, നീ എന്തു ചെയ്തു? നീ നമ്മുടെ രാമനെ വിറ്റുവല്ലോ. കുട്ടിക്ക് ആദ്യം അത് മനസ്സിലായില്ലെങ്കിലും അച്ഛൻ്റെ മുഖത്തെ സങ്കടം കണ്ടപ്പോൾ തൻ്റെ തെറ്റ് ബോധ്യപ്പെട്ടു. അവൻ ആ ധനികനെ തിരഞ്ഞ് ചന്തയിലേക്ക് ഓടി. അദ്ദേഹത്തെ കണ്ടെത്തിയ കമൽ ആ പണം തിരികെ നൽകിക്കൊണ്ട് പറഞ്ഞു, പ്രഭോ, ഇതാ നിങ്ങളുടെ പണം. ഇത് തിരികെ എടുത്ത് എനിക്കെൻ്റെ രാമനെ തിരിച്ചു തരൂ. ആ മനുഷ്യൻ അത്ഭുതപ്പെടുകയും കാര്യം മനസ്സിലാക്കുകയും ചെയ്തു. സന്തോഷത്തോടെ പിതാവിൻ്റെ മടിയിലേക്ക് ഓടിയെത്തിയ മകൻ പറഞ്ഞു, ബാബ, ഞാൻ നമ്മുടെ രാമനെ തിരിച്ചു വാങ്ങിയിരിക്കുന്നു. കബീറിന് തൻ്റെ ആനന്ദ കണ്ണീർ അടക്കാനായില്ല. അദ്ദേഹം മകനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, മകനെ, നീ നന്നായി ചെയ്തു. രാമൻ മാത്രമാണ് നമുക്കെല്ലാം. അദ്ദേഹമാണ് നമ്മുടെ സമ്പത്ത്, നമ്മുടെ താങ്ങ്, നമ്മുടെ സുഹൃത്ത്, നമ്മുടെ രക്ഷകൻ. അദ്ദേഹം നമ്മെ നോക്കിക്കൊള്ളും. അദ്ദേഹത്തെ മാത്രം മുറുകെ പിടിക്കുക. അച്ഛനും മകനും ചേർന്ന് ആലപിച്ച രാമനാമം ആ അന്തരീക്ഷത്തെ മുഴുവൻ ശുദ്ധീകരിച്ചു. സ്നേഹം എന്നത് ഹൃദയങ്ങളുടെ ഐക്യമാണ്. പിതാവിനോടുള്ള ഭക്തി കൊണ്ട് ആ ചെറിയ കുട്ടി അച്ഛൻ്റെ സങ്കടം ഉടൻ തിരിച്ചറിഞ്ഞു. മാനുഷിക ബന്ധങ്ങളിൽ ഇത് സാധ്യമാണെങ്കിൽ നിത്യപിതാവായ ഈശ്വരനോട് സ്നേഹം വളർത്തുമ്പോഴുള്ള അവസ്ഥ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. അപ്പോൾ നിങ്ങൾ ധർമ്മത്തിന് വിരുദ്ധമായ ഒന്നും ചെയ്യില്ല. ഈശ്വരഹിതം മാത്രമേ നിങ്ങൾ പ്രവർത്തിക്കൂ. നിങ്ങളുടെ സ്വഭാവവും കാഴ്ചപ്പാടും ജീവിത രീതിയും ആത്മീയമായി മാറും. ഭക്തിയുടെ അത്ഭുതം അതാണ്. ചരണം ശരണം രമാംബികേ, ചരണം ശരണം ത്രയംബകേ. ജയ് മാതാ.